ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു ജയം ജേണി. അപ്പോൾ നമ്മുടെ ലിയോ അപ്ഡേഷൻ്റെ ഇടയിൽ മുങ്ങിപ്പോയൊരു സംഭവമുണ്ട്. വാത്തി, നമ്മുടെ ധനുഷ് നായകനായിട്ട് എത്തിയിട്ടുള്ള വാത്തി. പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവാം. പക്ഷേ എന്നാലും സാധാരണ ഒരു പടം ധനുഷിൻ്റെയൊക്കെ പടം റിലീസ് ആകുമ്പോൾ കിട്ടുന്ന ഒരു ഹൈപ്പൊന്നും ഈ ട്രെയിലറിന് കിട്ടിയിട്ടില്ല. സോ നമുക്ക് ആ ട്രെയിലർ നേരെ ഒന്ന് കണ്ടുനോക്കാം. ഓക്കെ, ഒരു 4 ദിവസം മുമ്പ് ഇറങ്ങിയതാണ്. ഇപ്പോഴാണ് നമ്മളും ശ്രദ്ധിക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ? யார் சார் அவரு? என் வாத்தியார் பாலா சார். நம்ம நாட்டை பொறுத்த வரைக்கும் கல்வி ஒரு நான் ப்ராஃபிட்டபிள் சர்வீஸ். பிரைவேட் ஸ்கூல்ஸ் அசோசியேஷன் சார்பாக நம்ம ஸ்டேட்டில் இருக்கிற கவர்மெண்ட் ஸ்கூல்ஸ் எல்லாத்தையும் நம்ம எடுத்து நடத்த போகிறோம். உங்கள் எல்லாரையும் அங்கே ஃபேக்கல்ட்டி அனுப்ப போகிறோம். Miss Meenakshi, biology teacher. Inky Pinky Panky, father had a donkey. Donkey died, father cried, Inky Pinky Panky. Meenakshi madam is special. நீங்க இந்த ஸ்கூலுக்கு நிறைய நல்லது பண்ணுவீங்கன்னு தோணுது. பாத்தியாடா? வெல்கம் டு தி ஸ்கூல். ഇവിടെ അങ്ങോട്ട് ടീച്ചറായിട്ട് പോവാണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കത് A man with a dangerous vision. தரமான கல்வி வேணும்னா காசு கொடுக்கணும். படிக்கணுன்ற ஆசை அவனுக்கு வந்தாலும் படிப்பு கிடைக்கும். படிக்கணும்னு ஆசைப்பட்டப்போ நம்மளால இந்த படிப்பை கொடுக்க முடியல. இப்ப நீங்க வந்திருக்கீங்க, ஆனா உங்க மேல அவங்களுக்கு சுத்தமா நம்பிக்கை இல்லை. அட்டெண்டன்ஸ் லிஸ்ட்ல இருக்கிற எல்லா கிளாஸ் ரூம்ல இருப்பாங்க. சேலஞ்ச் பண்ணி சொல்றேன் மேடம். குழந்தை ஆசைப்பட்டதை கேட்டோடனே வாங்கி கொடுக்கலன்னா அந்த குழந்தை மட்டும்தான் அழுவும். ஆனா அதை வாங்கி கொடுக்க முடியலன்னு அவங்க அம்மா அப்பா காலம் பூரா அழுதுட்டு இருப்பாங்கடா. தயவு செஞ்சு நீ அரசியலுக்கு வந்துடாத. கல்வியில கிடைக்கிற காசு அரசியல்ல கிடைக்காது. அவங்க ஜெயிச்சதா நினைச்சுக்கிட்டாங்க. ஆனா செய்யும் தருணம் நரிகள் நிறைய கண்ணாலை விழித்துட்டு திணற திணற திரத்தி பிடிச்சு வாத்தி கடிக்க கொடுத்துட்டு எரிமலைக்குள்ள எரி பொருள் நீங்க வந்ததாலும் போர்க்களம் உள்ளார உறங்கி கிட்டாக்க மிருக முறுக்கி உரும பயம் வரும். அப்புறம் எதுக்கு வேணும் உங்க படிப்பு? பணம் எப்படி வேணா சம்பாதிக்கலாம், ஆனா படிப்பு தான் மரியாதையை சம்பாதிச்சு தரும். நிலநடுங்கிட்டு நடவடிக்கைகள் நரவள்ளிக்கணி உறுதி. இந்த புது தலைமுறை விடுதலை பெற எழுத்து கொசந்து புழுதி. அறிவிகள் அவசம் சந்தைகளை கூறு போட்டு வித்த நஞ்சுண்ட பஞ்சகர்மாதிகள் கலப்படம் உன்னுடைய பெற பொறுமையை பெற பிரித்திடம். ഓക്കേ, കൊള്ളാം. നരി സാധനം അല്ലേ? അപ്പൊ ഇതാണ് പറഞ്ഞത്. ഇത് ഇറങ്ങിയിട്ട് 4 ദിവസമായി, പക്ഷെ ശ്രദ്ധിക്കാതെ പോയി. കാരണം ലിയോ ലിയോ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ രോമാഞ്ചം വരും, അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് അത്യാവശ്യം കുറച്ച് ലോങ് ആണ്. ഇത്രയും വലിയൊരു ട്രെയിലറിന്റെ ആവശ്യം ഉണ്ടോ തോന്നി. കാരണം ഏകദേശം എല്ലാം കഥ എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല. എനിക്ക് ഐഡിയ കിട്ടിയോ? ഇവർ സ്റ്റുഡൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇവരെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് അല്ലേ അവിടെ അധ്യാപകരായിട്ട് വിടുന്നതാണ് പറയുന്നത്. കണ്ടിട്ടില്ലേ? ആ ഒരു പ്രത്യേക സ്ഥലം എടുത്തിട്ട് അവിടെ ഫാക്കൽറ്റി ആയിട്ട് നടക്കുകയെന്ന് എല്ലാം പറയുന്നുണ്ട്. ഇവ കാരണം ആദ്യം സ്റ്റുഡൻ്റ് ആണല്ലോ, കാരണം ടീച്ചറിന്റെ പിന്നാലെ നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ. അത് മാത്രമല്ല സ്കൂൾ യൂണിഫോമിലാണ് വരുന്നത്. സോ അവിടുന്ന് പാസ്സായ ആൾക്കാരെയോ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന ആൾക്കാരെയോ എന്തെങ്കിലും കാര്യത്തിൽ വിടുന്നതായിട്ട് അങ്ങനെയല്ല തോന്നി. അവിടെ ആ ഒരു ഗ്രാമം ഫുൾ അങ്ങനെ ഉണ്ടല്ലോ, അതാക്കാൻ വേണ്ടിട്ട് സംയുക്തന്റെ ടീമിനെ ആക്കിയ പോലെ. അതൊക്കെ ഞാൻ പറഞ്ഞത് ഇവരും അധ്യാപനായിട്ട് പോകുന്നുണ്ടെന്ന് പറയാ. അങ്ങനെ എന്തോ കാണിക്കുന്നത് പറയുന്നില്ല. ഇവരെ അതൊന്നും സംയുക്തനെയും ടീമിനെ അങ്ങോട്ട് അയക്കുന്നു. ഇവര് അങ്ങനെ സംഭവം സാക്ഷരതാ ഗ്രാമൊക്കെ ആക്കാൻ വേണ്ടിട്ട് തീരെ പഠിപ്പില്ലാത്തവരും കൂടി അങ്ങനെയാണ് എനിക്ക് മനസ്സിലായി. അല്ല, മേ ബി അങ്ങനെ എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ഏകദേശം ഐഡിയ ഇത് തന്നെയാണ്. പഠിത്തവും കാര്യങ്ങളും അടിയും വൈറ്റും അവിടെ എതിർപ്പ് എന്തായാലും വരും. മറ്റോ സമുദ്രക്കാരൻ ഒരു പക്ഷേ വില്ലനാവാം. വില്ലനാണെങ്കിൽ ആ ടീമിനോടുള്ള എതിർപ്പ് കാര്യങ്ങൾ സ്ഥിരം നമ്മൾ കണ്ടുവരുന്നൊരു പാറ്റേൺ ആയിരിക്കും. പക്ഷേ ആക്ഷൻ രംഗങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പടം ഇറങ്ങുമ്പോൾ ധനുഷിന്റെ അവിടെ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള പടമാണ് എപ്പോഴും അല്ലേ. മോശം പടമായിട്ട് തോന്നില്ല. പിന്നെ ലുക്ക് വൈസ് എനിക്ക് കുറച്ച് എവിടേക്കോ ഒരു പഴയകാലത്ത് ആ ഒരു ധനുഷിനെ ഫീൽ ചെയ്തു. എനിക്ക് ഫീൽ ചെയ്തത് ഏത് ലെവലിലേക്ക് വേണേലും മാറാൻ പറ്റിയൊരു സ്ട്രെച്ച് ബോഡി സ്ട്രെച്ചറാണ് മൂപ്പർക്ക്. കുട്ടിക്കാലത്ത് സ്കൂൾ ആ ടൈമിലേക്ക് മാറാത്ത ഇതിലൊക്കെ കണ്ടിട്ടില്ലേ? പക്ഷെ അതല്ലേ ഇതിന്റെ ആ മുഖശേപ്പൊക്കെ താടി മീശൊന്നും ഇല്ലാണ്ട് ആ ഒരു സംഭവം മുടി ഇങ്ങനെ ഇട്ടിട്ടുള്ള കൂടെ എന്തായാലും സാധനം കളർഫുൾ ആയിട്ടുണ്ട്. പിന്നെ സംയുക്ത മേനോനല്ലോ, വർമ്മയല്ല മേനോൻ, സംയുക്ത മേനോൻ. സംയുക്ത വർമ്മ നമ്മുടെ സംയുക്ത വർമ്മ ഭയങ്കര കേട്ടോ.
ഇവരും അതേപോലെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ആരെയൊന്നും അല്ല അമിതാഭ്, പക്ഷെ ഇത് ലുക്ക് ഭയങ്കര നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ സ്ലിമ്മായി ഇപ്പോൾ ഭയങ്കര മാറ്റം വന്നല്ലോ. പക്ഷെ നമ്മുടെ കടുവ ഉണ്ടല്ലോ, കടുവയിൽ എനിക്ക് വലിയ രസമായിട്ട് തോന്നിയില്ല, ആ ഒരു ക്യാരക്ടറിനെ മെച്ചലാത്ത പോലെ തോന്നി. പക്ഷെ ഇതിൽ നല്ല രസമുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും സംഭവം കൊള്ളാം. നമുക്ക് 17-ാം തീയതി ഫെബ്രുവരി 17 അല്ലേ റിലീസ്? അപ്പോൾ ഈ മാസം തന്നെയാണല്ലോ. ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ട്? അപ്പോൾ നാളെ 14 വാലന്റൈൻസ് ഡേ, 15 14 ദിവസം. അപ്പോൾ തിയേറ്ററിലെ പടം കണ്ടതിന് ശേഷം അതിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.